ക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ രാജിവെച്ചു. 4 സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ചാൻസലറായ ഗവർണർ കടന്നിരുന്നു. ഇന്നത്തെ ഹിയറിംഗിന് മുന്നോടിയായാണ് മുബാറക് പാഷ രാജിക്കത്ത് നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ 4 സർവകലാശാലകളിലെ വിസിമാരോട് ഹിയറിംഗിന് ഹാജരാകാൻ ഇന്നാണ് എത്താൻ നിർദ്ദേശിച്ചിരുന്നത്. അതിൽ മറ്റ് സർവകലാശാലകൾ, സംസ്കൃത സർവകലാശാല ഉൾപ്പെടെയുള്ളവരുടെ വിസിമാരുടെ പ്രതിനിധികൾ, അഭിഭാഷകരൊക്കെ എത്തുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് മുബാറക് പാഷ അത്തരത്തിലൊരു ഹാജരാകാനോ തുടർ നടപടികൾക്ക് നിൽക്കാതെ തന്നെ രാജിവെച്ചൊഴിയുന്ന ഒരു സാഹചര്യം? പ്രധാനമായും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം നേടിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വിസിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇതിന് പിന്നാലെ ഈ വിസിമാർ കോടതിയെ സമീപിച്ചതോടെയാണ് ഹിയറിംഗ് നടത്താൻ കോടതി നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഗവർണർ ഇന്ന് രാജ്ഭവനിൽ ഹിയറിംഗ് വച്ചത്. പക്ഷേ ഈ ഹിയറിംഗ് നടപടികൾക്ക് മുന്നോടിയായാണ് ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. VC PM മുബാറക് പാഷയാണ് ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. ഈ ഒരു തീരുമാനം ഗവർണറെ അടക്കം ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഈ ഹിയറിംഗിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിലൊരു നടപടി VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒപ്പം ഈ മറ്റ് വിസിമാരുടെ കാര്യത്തിലടക്കം ഈ ഹിയറിംഗിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്നതാണ് രാജ്ഭവനും സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. ഈ ഹിയറിംഗിൽ വിസിമാർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകനോ ഹാജരാകാമെന്ന ഒരു വ്യവസ്ഥയായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. ഇതിൽ ഡിജിറ്റൽ സർവകലാശാല VC മാത്രമാണ് നേരിട്ട് ഹാജരായത്. കാലിക്കറ്റ് VCക്ക് വേണ്ടി അഭിഭാഷകനാണ് എത്തിയത്. സംസ്കൃത സർവകലാശാല VC നേരത്തെ തന്നെ ഈ ഹിയറിംഗിൽ ഹാജരാകാൻ അസൗകര്യം അറിയിച്ചിരുന്നു. തുടർന്ന് ഓൺലൈനിൽ ഹാജരാകാൻ ഗവർണർ നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെ VCക്ക് വേണ്ടി അഭിഭാഷകൻ ഓൺലൈനിൽ ഹാജരായി. അപ്പോൾ ഈ ഹിയറിംഗ് ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇതിനിടെയാണ് ഈ ഓപ്പൺ സർവകലാശാല VCയുടെ രാജിക്കത്ത് ഗവർണറുടെ മുന്നിൽ എത്തുന്നത്. ഈ രാജിക്കാര്യത്തിൽ ഗവർണർ ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ഹിയറിംഗിന് ശേഷം നിയമോപദേശമടക്കം തേടിയതിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി, എന്ത് തീരുമാനം എടുക്കണമെന്നതിൽ ഒരു ഗവർണർ അന്തിമ നിലപാട് സ്വീകരിക്കുക. ഹിയറിംഗ് പൂർത്തിയായി ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുക. നേരത്തെയും ഈ വിസിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ഹിയറിംഗും നൽകിയിരുന്നുവെങ്കിലും അതിൽ 4 സർവകലാശാല വിസിമാർ ഈ വിരമിക്കൽ കാലാവധി പൂർത്തിയാക്കിയതോടുകൂടിയാണ് അവർക്ക് ഈ ഹിയറിംഗിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഒഴിവായത്. പിന്നീട് 4 സർവകലാശാല വിസിമാരാണ് പുറത്താക്കൽ നടപടി നേരിട്ടിരുന്നത്. ശരി പ്രതീക്ഷ, ഏതായാലും 4 സർവകലാശാല വിസിമാരെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇതിന്റെ ഹിയറിംഗ് നടക്കുന്ന ദിവസം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ VC ആയ ഡോക്ടർ മുബാറക് പാഷ രാജിവെച്ചൊഴിയുന്നത്.